നമസ്കാരം. വഖഫ് വിഷയത്തിൽ മുനമ്പത്തുകാർ സന്തുഷ്ടരല്ല. കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അദ്ദേഹത്തിന് ഉത്തരമില്ല എന്ന തരത്തിലുള്ള ചർച്ചകളാണ് മാധ്യമങ്ങളിലൂടെയെല്ലാം വന്നത്. ഈ ഒരു വിഷയത്തിൽ എന്നോടൊപ്പം ചേരുന്നത് MS വേണുഗോപാൽ. നമ്മൾ പറഞ്ഞത് മുനമ്പം വിഷയം ആയിട്ട് ബന്ധപ്പെട്ട വഖഫ് വിഷയത്തിൽ പറഞ്ഞ കാര്യം, കിരൺ റിജിജുവിന് കൃത്യമായൊരു ഉത്തരമില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞു മുനമ്പത്തുകാരോടൊപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല. നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ അതിനെ വളച്ചൊടിച്ചു എന്ന തരത്തിലുള്ള വാദങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിലെന്താണ് സാർ ഇപ്പോൾ ഒരു കറക്റ്റായിട്ടൊരു ഉത്തരം വേണ്ടത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് ഘട്ടമായിട്ട് നമുക്ക് പറയേണ്ടി വരും. ഒന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ പത്രപ്രസ്താവന. അദ്ദേഹം വരാപ്പുഴ അതിരൂപതയായിട്ടൊക്കെ ചർച്ച കഴിഞ്ഞിട്ട് നേരെ ഉച്ചയ്ക്ക് പത്രപ്രസ്താവനയ്ക്ക് വന്നു. ആ പത്രപ്രസ്താവനയിലാണ് അദ്ദേഹം മീഡിയ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇത് മുനമ്പത്തുകാരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇത് ചിലപ്പം കോടതിയിലൊക്കെ നീണ്ടുപോയി ചിലപ്പോൾ വ്യവഹാരങ്ങൾ കൂടി വന്നേക്കാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് അദ്ദേഹം പറയാനുണ്ടായ പ്രധാന കാരണം ഈ കിരൺ റിജിജു ആളൊരു സത്യസന്ധനാണ്, ബുദ്ധമത വിശ്വാസിയായ ഒരു സത്യസന്ധനാണ്. അപ്പം അദ്ദേഹം വളച്ചൊടിക്കാതെ ഒരു കാര്യം പറഞ്ഞു, ഇന്ന് ഞങ്ങളതിനുള്ള റൂൾസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പാർലമെൻറ്റിൽ ഇത് പാസ്സാക്കി കഴിഞ്ഞു. വഖഫ് എന്ന് പറയുന്നതിന് മുമ്പ് ചോദ്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു. അത് ട്രൈബ്യൂണലിൻ്റെ തീരുമാനത്തിന്, വഖഫിൻ്റെ ട്രൈബ്യൂണൽ തീരുമാനത്തിന് മുമ്പ് ചോദ്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഈ നിയമം വന്നതോടുകൂടി നിങ്ങൾക്ക് നിയമപരമായി ചോദ്യം ചെയ്ത് പരിഹരിക്കാമെന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം ഇന്ന് ഹൈക്കോടതിയിൽ നിൽക്കുന്ന ഈ പ്രശ്നം ഈ മുനമ്പത്തുകാർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നവർ തന്നെ നാളെ ഇത് സുപ്രീം കോടതിയിലേക്കും പോകും. അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ചിലപ്പോൾ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നേക്കാം എന്ന് അദ്ദേഹം ആ ശുദ്ധഗതിക്ക് പറഞ്ഞു പോയതാണ്. അദ്ദേഹം ഒരു സാത്വിക മനസ്സുള്ള ആളാണ്. അദ്ദേഹം മോഹഭാഗം കണ്ടാൽ തന്നെ അറിയാം. അത് ശുദ്ധമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. ഈ ബുദ്ധമത വിശ്വാസികൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ട്രൂത്ത് അവർക്ക് ഒരു പ്രധാന പ്രിൻസിപ്പൽ. പക്ഷേ കേരളത്തിലെ പൊളിറ്റിക്സിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ഒരു ധാരണ ഇല്ലാന്ന് തോന്നുന്നു. എന്ത് പറയണം പൊളിറ്റിക്സിനെ കുറിച്ചല്ല, ഇവിടുത്തെ മീഡിയയെ കുറിച്ച് അദ്ദേഹത്തിന് ധാരണയില്ല. അതാണ് പറ്റിയത്. അല്ല, ഇവിടുത്തെ പൊളിറ്റിക്സ് അങ്ങനെയാണല്ലോ സാധാരണ. നമ്മൾ ഇപ്പോഴുള്ള രീതി, നമ്മുടെ സർക്കാരിന്റെ സമീപനം, മുനമ്പത്ത് വിഷയം എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യണമെന്ന രീതി, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി വന്നിരുന്നെങ്കിൽ ഈ ഒരു അബദ്ധം പറ്റില്ലായിരുന്നു എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. ഈ ഇതിന്റെ ഹെഡിങ് തന്നെ ഒരു കുഴപ്പമായി. നന്ദി മോദി എന്നുള്ള പ്രോഗ്രാം BJP അവതരിപ്പിച്ചപ്പോൾ ഇതിനെ പൊളിക്കണം എന്നുള്ളത് ഒരു അജണ്ട ഇവിടുത്തെ മോദി വിരുദ്ധരെല്ലാം കൂടി ഇട്ടിരുന്നു. അപ്പോൾ അതിന് കിരൺ റിജിജു എന്ത് കിട്ടുമെന്ന് അവരിങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ. നമ്മൾ കണ്ടിട്ടില്ലേ, പിന്നെ സുരേഷ് ഗോപിയെ പൊളിക്കാനായിട്ട് ഒരു സാധനം കിട്ടുമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. അദ്ദേഹം എന്തെല്ലാം പറഞ്ഞാലും ആളാവരുത് എന്ന് പറഞ്ഞാൽ അതായിരിക്കും പിടിക്കുന്നത്. ബാക്കിയെല്ലാം കളയും. അല്ലെങ്കിൽ രണ്ടാമത് വേറെ ഒന്നും, ആര് പറഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞു എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ചോദിച്ചാൽ അതായിരിക്കും എടുക്കുന്നത്, ബാക്കിയെല്ലാം വിടും. ഇപ്പം ഇതുപോലെ കിരൺ റിജിജുവിനെ ഇങ്ങനെ നോക്കി ഇരുന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ചിലപ്പോൾ സുപ്രീം കോടതി വരെ പോകേണ്ടി. കാരണം അദ്ദേഹത്തിന് ഇത് അറിയാം. കാരണം ഇത് ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് കൊടുത്തവർ സുപ്രീം കോടതിയിലും പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ നിയമം നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമാകും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിനൊരു ഗുണം കിട്ടിയതെന്ന് വെച്ചാൽ പിന്നെ ഇത് ഉച്ചയ്ക്കാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. പിന്നെ രാത്രിയിൽ വൈകിട്ട് അദ്ദേഹത്തിൻ്റെ ആ പിന്നെ പൊതുയോഗത്തിൽ അദ്ദേഹത്തിന് ഇത് ക്ലിയറായിട്ട് പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഇത് ഇപ്പോൾ അത് ബില്ല് കഴിഞ്ഞ് ആക്ട് ആയതേ ഉള്ളൂ. ഇനി ഇത് റൂൾസ് ഫ്രെയിം ചെയ്ത് ലോ ആകുമ്പോൾ നിങ്ങൾക്കൊരു മൂന്നാഴ്ചക്കകത്ത് ഞങ്ങൾ ലോ ആകും. ലോ ആകുമ്പോൾ ഇതെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്യും എന്നുള്ളത് ആ 3 ആഴ്ചത്തെ കാര്യം അദ്ദേഹം അതിൽ വ്യക്തമാക്കിയപ്പോൾ പലരുടെയും നാം അടഞ്ഞു. ഇവിടെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ഭേദഗതി നിലവിൽ വന്നോ, എന്താണ് നിയമമായോ, അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായൊരു നടത്താൻ ഇവിടെ കേന്ദ്രത്തിന് പറ്റുന്നില്ല എന്നൊരു ഉത്തരം കൂടി പറയേണ്ടത്. ഇതിൻ്റെ കാരണം ജനങ്ങൾക്ക്, സാധാ ജനങ്ങൾക്ക് പലർക്കും, പ്രത്യേകിച്ച് ഈ ഫിഷർമെൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള അവർക്കൊന്നും ഇതിനെക്കുറിച്ച് ചിലപ്പം നല്ല ഗ്രാഹ്യം ഉണ്ടാവില്ല. ബില്ല് എന്താണ്, അത് ആക്ട് ആയത് എങ്ങനെ, ആക്ട് എന്താണ്, ഇത് ലോ ആകുന്നത് എപ്പോൾ എന്നുള്ള കാര്യങ്ങൾ പലർക്കും അവ്യക്തതയുണ്ട്. അതായത് ഒരു ബില്ല് എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു വിഷയം നിയമമാകുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു കരട് നമ്മൾ നിയമസഭയിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ സമർപ്പിക്കുന്നതാണ് ആ ബില്ലെന്ന് പറയുന്നത്. അതവിടെ 3 വായനയെന്ന് പറയും. ഒന്നാമത് ഇത് സർക്കാർ ഇതിനെ ഒന്ന് അറിയിക്കും, ഇന്നതാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മന്ത്രി ഈ വിഷയം അവതരിപ്പിക്കും, അല്ലെങ്കിൽ ബില്ല് അവതരിപ്പിക്കുന്ന ആൾ ഇത് അവതരിപ്പിക്കും. അതാണ് 1ാം വായന എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഡിസ്കഷനാണ്. അവിടെ ഇത് പരസ്പരം തമ്മിൽ ഡിസ്കഷൻ നടക്കും. ആ ഡിസ്കഷൻ ചിലപ്പോൾ പ്രതിപക്ഷം ചില ഭേദഗതികളെ കൊണ്ടുവന്നിരിക്കും. ആ ഭേദഗതികൾ ചിലപ്പോൾ അംഗീകരിച്ചിരിക്കും, ചിലപ്പം എതിർത്തുന്നിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വോട്ടിനിടും. വോട്ടിനിട്ട് ഇത് പാസ്സാക്കി കഴിയുമ്പോൾ, ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ, ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഇത് നേരെ ഗവർണർ എടുത്ത്, അല്ലെങ്കിൽ പിന്നെ പാർലമെൻറ്റിലാണെങ്കിൽ പ്രസിഡൻ്റ് എടുത്ത് പോകും. അപ്പോൾ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടുകൂടി ഈ ബില്ല് എന്താവും, ആക്റ്റാവും. അപ്പോൾ ഇതിപ്പോൾ ആക്റ്റായി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? വഖഫ് ആക്റ്റായി ഇപ്പോൾ കഴിഞ്ഞു. ബില്ല് മാറി. വഖഫ് ബില്ലായിരുന്നു മുമ്പ്, അത് വഖഫ് ആക്റ്റായി. പക്ഷേ ഇത് ലോ ആവണം.
നമുക്കിത് അനുഭവേദ്യമാകണമെങ്കിൽ എന്ത് വേണം? ലോ ആവണം. ആവണം. ലോ ആവണമെങ്കിൽ അതിനാണ് കിരൺ റിജിജു പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ ആളെന്നുള്ള നിലയ്ക്ക്, സർക്കാരിൻ്റെ ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് ഇത് നിയമമാകണമെങ്കിൽ ഇത് ഞങ്ങൾ ഒരു 3 ആഴ്ച കൂടെ എടുക്കും, അത് കഴിഞ്ഞിട്ട് ഇത് നിയമമാകുമ്പോൾ ഈ പറഞ്ഞ ക്ലോസുകളൊക്കെ വരും. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുള്ളതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരുപാട് ഇപ്പോൾ ഇത് പറയാൻ ഒരുപാട് പരിമിതി. ഒന്നാമത്തെ കാരണം ഈ വഖഫ് ആക്ട് തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹം ഇത് പറയുന്നത്, ഇന്ന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉച്ചയ്ക്ക് ശേഷം എടുക്കാൻ പോവാത്, ഇന്ന് ചോദ്യം ചെയ്യാൻ പോവാണ്. അന്നേരം അദ്ദേഹം നിങ്ങളുടെ എല്ലാം പ്രശ്നം ഞാനിപ്പോൾ പരിഹരിച്ചു തരും വഖഫ് ബില്ലിലൂടെ, വഖഫ് ആക്ടിലൂടെ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ മാത്രമല്ല, അത് സബ്ജുഡീസ് ആവും. അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിനെ അദ്ദേഹം ഇപ്പം തന്നെ ഡിക്ലെയർ ചെയ്യുകയാണ് ഇവിടെ വന്ന്. ഇതെല്ലാം ഇപ്പോൾ പരിഹരിച്ച് കളയുന്ന അദ്ദേഹത്തിന് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ ഭാഗമാണ്. അദ്ദേഹം ഒരു ഉത്തരവാദപ്പെട്ട പിന്നെ മന്ത്രിയാണ്. ആ ബില്ല് പാസ്സാക്കി ആക്റ്റാക്കി വെച്ചിരിക്കുന്ന മന്ത്രിയും കൂടെയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം ആ വിഷയത്തിന് സുപ്രീം കോടതിയിൽ ഇന്ന് ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹം ഇതെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം എന്താ ലോട്ടറി അടിച്ചിരിക്കുന്നത് പറയാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഈ മുമ്പ് 2 അനുഭവങ്ങളുണ്ട്. 2022 ഇദ്ദേഹം പറഞ്ഞു ഈ ജുഡീഷ്യറി, ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ഒപെക് ആണെന്ന് പറഞ്ഞു അദ്ദേഹം. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ മെറിറ്റ് അല്ല, പലപ്പോഴും വ്യക്തിഗത പരിഗണനകളാണ് ഇവിടെ ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നതിൽ നിന്ന് അർത്ഥം വരുന്ന വിധത്തിൽ അദ്ദേഹം ഒന്ന് സംസാരിച്ചു. അത് വലിയ വിഷയമായി. പ്രത്യേകിച്ച് ജുഡീഷ്യറിയും ചോദ്യം ചെയ്തു. അതിപ്പോൾ ജുഡീഷ്യറിയും പാർലമെൻറ്റും തമ്മിലുള്ളൊരു തർക്കമൊക്കെ ആയിട്ട് വരിക എന്ന സ്റ്റേജിലേക്ക് വന്നു. അന്ന് അദ്ദേഹം അങ്ങനെ ഒന്ന് കഴിഞ്ഞ് രക്ഷപ്പെട്ട് നിൽക്കുമ്പോഴാണ് 2023 അദ്ദേഹം വേറൊന്നുകൂടെ പറഞ്ഞു. ഈ റിട്ടയർഡ് ജഡ്ജിമാർ പലരും ആൻറ്റി ഇന്ത്യൻ ഗ്യാങ്ങിൻ്റെ കൂടെ ചേരാറുണ്ടെന്നും കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചു. അതും കൂടെ ആയപ്പോഴേക്കും അദ്ദേഹത്തെ ഭരണകൂട ഭീകരത എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് കൊല്ലാക്കൊല ചെയ്തു എല്ലാവരും കൂടെ. അതൊന്നും ഇവിടുത്തെ കേരളത്തിലെ ആർക്കും അത്ര അധികം അറിയില്ലെന്ന് തോന്നുന്നു. എന്തായാലും അതും കൂടെ വന്നതോടുകൂടി അദ്ദേഹത്തിന് ഭയങ്കരമായ പ്രശ്നം വന്നു, ഭരണകൂട ഭീകരത എന്നൊക്കെ രീതിയിൽ. അതായത് ജുഡീഷ്യറിക്കെതിരെ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ചെല്ലുന്ന അവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അദ്ദേഹത്തിനെതിരെ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ജുഡീഷ്യറിയെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ കോഷ്യസാണ്. ഈ 2022, 23, ഇനിയിപ്പോൾ 25 ഈ ബില്ല് പാസ്സാക്കി ആക്റ്റാക്കി വെച്ചിരിക്കുന്നതിനടുത്ത് ഞാൻ ഒരു വിവാദം ഉണ്ടാക്കണ്ട, എല്ലാ മുനമ്പങ്കാരെയും രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയണ്ടെന്ന് വെച്ചിട്ടാണ് അദ്ദേഹം അത് പറയാത്തത്. മുനമ്പങ്കാരെ മാത്രമല്ല, ഇത്തരത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്കെല്ലാം ഗുണം കിട്ടുന്ന ഓവർ റൈഡിങ് എഫക്റ്റ് ഇതിനകത്ത് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഈ ഓവർ റൈഡിങ് എഫക്റ്റ് എന്താണ്? ഓവർ റൈഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ക്ലോസ് എന്ന് പറയുന്നത്, ഇന്നത്തെ ഭൂമി സംരക്ഷിക്കാൻ നിങ്ങൾക്കുള്ള അവകാശങ്ങൾ, അതിന് ടാക്സ് അടയ്ക്കാനുള്ള അവകാശങ്ങൾ, ഇത് പരമ്പരാഗതമായിട്ട് മറ്റുള്ള നമ്മുടെ പിന്തുടർച്ചയ്ക്ക് കൊടുക്കാനുള്ള അവകാശങ്ങളൊക്കെ നിങ്ങൾ ഈ വഖഫിൻ്റെ പരിധിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മാറിക്കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ വഖഫ് ബൈ യൂസ്, അതായത് ഒരാൾ ഉപയോഗിച്ചിരുന്നൊരു സാധനം വഖഫിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും പോകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്തു കളഞ്ഞതോടുകൂടി വഖഫിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ ചോദ്യം ചെയ്യാമെന്നുള്ള അവസ്ഥ വന്നു, ന്യായമായ കാര്യങ്ങൾ പരിഹരിക്കുമെന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ അത് വ്യക്തമാക്കി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ വഖഫ് നിയമം വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല പരിഗണന കിട്ടും, നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. പക്ഷേ ചിലപ്പം ഹൈക്കോടതി ഇരിക്കുന്ന ഒരു കേസാണ്, അത് സുപ്രീം കോടതിയിൽ പോയാൽ സുപ്രീം കോടതിയിൽ പോകേണ്ടി വരും എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. അത് പറഞ്ഞപ്പോൾ അതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് ഈ വിധത്തിലാക്കി. അതോടുകൂടി ഈ ആരൊക്കെയാണോ ഈ പേടിച്ച്, ഇപ്പോൾ SDP ആയാലും മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും ഒക്കെ ഇതിനെ പേടിച്ചിരിക്കുക. ഒന്ന്, ഇത് ഈ വഖഫ് പ്രശ്നം അടിച്ചുകൊണ്ട് പോയി ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ കൂടെ പിന്തുണ BJP നേടുമെന്നൊക്കെ അവരിങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വന്നത്. അപ്പോൾ ഈ കള്ളൻ, പണ്ട് കഥ കേട്ടില്ലേ, കള്ളൻ തൊണ്ടി മുതൽ മോട്ടിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസ് എന്ന് പറയുകയാണ് ഇതൊക്കെ പിടിക്കണമെങ്കിൽ ഇനി കോടതിയിലൊക്കെ പോകേണ്ടി വരുമ്പം എന്ന് പറഞ്ഞാൽ കള്ളൻ ഈ തൊണ്ടി മുതൽ വെച്ചുകൊണ്ട് പറയുകയാണ്, കണ്ടോ പോലീസ് തന്നെ പറയുന്നത് ഇപ്പോൾ ഒന്നും ഇത് കിട്ടൂല എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു വിഷയം, ഈ ഒരു വിഷയം തന്നെ ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ളൊരു നിയമമായി മാറും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പം കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ പോലും ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഒപ്പിക്കാൻ, അത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു ബോധവൽക്കരണം നടത്താൻ കഴിയുന്നില്ല എന്നത് ഒരു ചോദ്യമായി മാറിക്കഴിഞ്ഞു. അതൊരു പോരായ്മയായിട്ടാണോ കാണേണ്ടത്? അല്ല, ഈ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്കും അത് പാസ്സാക്കി ഇപ്പോൾ ആക്റ്റാക്കി വെച്ചിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ഇന്ന് ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനായുള്ളൊരു വിഷയമായിരിക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹം ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്ത്, ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം.
അദ്ദേഹം മറ്റൊരു ബോഡി, ഇത് മറ്റൊരു ഭരണഘടനാ സ്ഥാപനമാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതി ഇത് പരിഗണിക്കാനിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ലിമിറ്റേഷനുണ്ട്. പക്ഷേ അദ്ദേഹം ബിഷപ്പുമാരോടൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഇത്തരം കാര്യം. അതുകൊണ്ടാണ് ബിഷപ്പുമാരും പ്രകോപിതരായില്ല. ഈ സമരസമിതിയുടെ ഈ ജോസഫ് ബെന്നിയാണ് ഇതിന് ഏറ്റവും ദേഷ്യപ്പെട്ടുകൊണ്ട് വന്നത്. അത് മീഡിയ അദ്ദേഹത്തിനെ ഇളക്കിയപ്പോൾ അദ്ദേഹം നല്ലപോലെ ഇളകുകയും ചെയ്തു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ ബോറ സമുദായത്തിന് കിട്ടിയ പോലത്തെ ഉള്ള പ്രിഫറൻസുകൾ നമുക്ക് കിട്ടൂലേ എന്നുള്ളതാണ്. ഇത് ഈ റൂൾസ് വരുമ്പോൾ കിട്ടും, മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഒരു ബില്ലിൽ ഇതെല്ലാം കൂടെ എഴുതി വയ്ക്കില്ല. ബില്ലിൽ ഈ അദ്ദേഹം പറഞ്ഞ പോലെ മുനമ്പത്തിൻ്റെ പ്രശ്നം കൂടെ ഈ ബില്ലിനകത്ത്, അങ്ങനെ ബില്ല് അതല്ല. ബില്ലെന്ന് പറയുന്നത് എന്താ, ഇത് രാജ്യത്ത് പിന്നെ വഖഫ് നിയമം വന്നതോടുകൂടി, അത് പ്രത്യേകിച്ച് 95-ലെയും 2013-ലെയും നിയമങ്ങളൊക്കെ വന്നതോടുകൂടി ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്, പലരുടെയും ഭൂമികൾ സംരക്ഷിക്കാൻ അവർക്ക് കഴിയാതെ വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനൊരു പരിഹാരത്തിനായിട്ട് ഇങ്ങനെ ഒരു സജഷൻ അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ ഇൻഡിവിജ്വൽ കേസും പറഞ്ഞുകൊണ്ട് ഒന്നും ഒരു ബില്ല് അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അതിന് സാമ്പിളുകളായ ചില കാര്യങ്ങൾ മാത്രം മതി. അത് വെച്ചിട്ട് ഇനി റൂൾസ് വരുമ്പം ഇത് എല്ലാവർക്കും ബാധകമാകുന്ന വിധത്തിൽ ഈ റൂൾസ് വരും. റൂൾസ് വന്നു കഴിഞ്ഞിട്ട് ഇതിൽ അതാണ് അദ്ദേഹം പറഞ്ഞ് 3 ആഴ്ചക്കകം ഞങ്ങളിത് റൂൾസ് ഉണ്ടാക്കും. ഈ റൂൾസ് ഇപ്പോൾ ആക്റ്റായി നിൽക്കുന്നേ ഉള്ളൂ. ഇത് റൂൾസായിട്ട് നിയമമായി വരണം. ആ നിയമമായി വരുമ്പോൾ അതിനകത്ത് ഓരോ കണ്ടീഷനുകൾ പറയും. അത് ഇന്ത്യൻ ഭരണഘടനയിൽ അധിഷ്ഠിതമായ കണ്ടീഷനായിരിക്കണം, മറ്റ് സ്റ്റാറ്റ്യൂട്ടുകൾ തമ്മിൽ ബന്ധം ഉള്ളതായിരിക്കണം, അത് തമ്മിൽ കോൺട്രാഡിക്ടറി ആവരുത്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ കോൺട്രാഡിക്ടറി ആവരുത്, പിന്നെ ഈ വ്യക്തി നിയമങ്ങളെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ നോക്കി അവർ ആ റൂൾസ്, ആ ബില്ലിൻ്റെ ആക്ട് ആയതിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാം ചേർത്തുകൊണ്ടൊരു നിയമം ഉണ്ടാക്കും. ഈ നിയമം വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവേദ്യമാവുള്ളൂ. അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കേന്ദ്രത്തിനെ സംബന്ധിച്ച് ഇതൊരു ആയിരക്കണക്കിന് കേസിൽ ഒന്ന് മാത്രമാണ് മുൻപ്, ആയിരക്കണക്കിന് കേസുകളുണ്ട് അവർക്ക് മുന്നിൽ. അപ്പോൾ ഒരു പ്രത്യേക ആയിരക്കണക്കിനല്ല, അതായത് 2013 ശേഷം 18 ലക്ഷം പ്രശ്നങ്ങൾ നടക്കുന്ന ഭൂമിയുടെ 18 ലക്ഷം. വഖഫ് എന്ന് ഈ മുനമ്പം എന്ന് പറഞ്ഞാൽ ഈ 18 ലക്ഷത്തിൽ ഒന്ന് മാത്രമാണ്. ഇതുപോലെ 18 ലക്ഷം കേസുകൾ ഈ 2013 ശേഷം തന്നെയുണ്ട്. ഇത് 2013 ശേഷം അപ്പോൾ 95-ൽ എത്ര എണ്ണം ഉണ്ടാവും? 1954 മുതൽ എത്ര കാണും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രശ്നങ്ങൾ എല്ലാത്തിനും കൂടെ ഇതെല്ലാം ബില്ലിനകത്ത് എഴുതി വയ്ക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഇത്രയും കേസുകളിൽ എന്തുകൊണ്ട് മുനമ്പം ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നു മാത്രമല്ല, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികൾ അനാവശ്യമായി ഉണ്ടാക്കുന്ന സമ്മർദ്ദം കേന്ദ്രത്തിനെ ഞെരുക്കാൻ കാണിക്കുന്ന ഒരു ഇതായിട്ട് നമുക്ക് കണക്കാക്കണ്ടേ? കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വലിയ വിഷയമാക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് 18 ലക്ഷം കേസുകൾ 2013 ശേഷം തന്നെ 18 ലക്ഷം വസ്തു കേസുകൾ ഉണ്ടായി ഈ വഖഫ് പ്രശ്നത്തിൽ തന്നെ. അവരുടെ ഒന്നും പ്രശ്നം ഇതുപോലെ പൊളിറ്റിക്കലൈസ് ചെയ്തില്ല. കേരളത്തിൽ മുനമ്പം എന്താ പ്രശ്നമായി നിൽക്കുന്നത്? ഈ മുനമ്പം പ്രശ്നം വഴി BJP ക്രിസ്ത്യാനികളുടെ വോട്ടടിച്ച് മാറ്റുമോ എന്നുള്ള മറ്റ് പാർട്ടികളുടെ ഭയമാണ് ഇവിടെ ശരിക്ക് വർക്കായിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഇത് ഇത്രയും വലിയ വിഷയവും വന്നിരിക്കുന്നത്. പിന്നെ ഈ മുനമ്പം ഭൂമി ആരൊക്കെയാണോ കൈവശമാക്കാൻ ശ്രമിക്കുന്നവർ അവരിപ്പോഴും മുനമ്പത്തുകാരോടൊപ്പം എന്ന് പറയുകയും മുനമ്പത്തുകാർക്കെതിരായിട്ട് കോടതി കൂടെ പോയി വേല വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെന്നുള്ളതാണ് ഗ്രേഡ് ഉദ്ദേശിച്ചത്. അത് സാധാരണക്കാരന് അത് മനസ്സിലായില്ല. ഹൈക്കോടതി കിടക്കുന്ന സാധനം ഈ സുപ്രീം കോടതിയിലും പോകും. അന്നും ചിലപ്പോൾ നിങ്ങൾ നിയമയുദ്ധത്തിന് പോകേണ്ടി വരും എന്നുള്ള ശുദ്ധഗതിക്കാരനായ ബുദ്ധമതക്കാരനായ ഒരു സത്യസന്ധന്റെ അഭിപ്രായമാണത്. അത് മീഡിയ കിട്ടിയ പാടിന് അടിച്ചുകൊണ്ട് പോയി. അതാണ് അവിടെ വന്നൊരു പ്രത്യേകത. ആ അടിച്ചുകൊണ്ട് പോകലിന് ഇനി കുറേശ്ശെ പ്രതിരോധിക്കാൻ കഴിയും അദ്ദേഹം. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ 3 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ വരുമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി എന്നെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അത് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വൈകുന്നേരത്തെ പ്രസംഗത്തിൽ കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് പ്രസക്തമായിട്ട് മറ്റൊരു ചോദ്യം വരുന്നത്. കാരണം ഈ ഒരു വിഷയത്തിൽ തുടക്കം മുതലേ തന്നെ തണുപ്പം മട്ടിൽ നിലപാട് സ്വീകരിച്ചാണ് നമ്മുടെ പിണറായി സർക്കാർ. അപ്പം കേന്ദ്രം ഒരു ഉറപ്പ് പറയുമ്പോൾ അവരുടെ തുടർ നടപടികൾ എങ്ങനെയാണ്, ഇനി ഏത് രീതിയിലുള്ള നിലപാടായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം കൂടെ ഉണ്ടാവും. ഇതിനകത്ത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് നിലപാടെടുക്കുന്നറിയില്ല. അത് സ്റ്റേ ഒന്നും കിട്ടാൻ സാധ്യതയില്ലെന്നാണ് അറിയുന്നത്. പക്ഷേ സ്റ്റേ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും പല വിധത്തിൽ നീണ്ടുപോകും. അങ്ങനെയൊന്നും കിട്ടാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ അതിന് ഒരു തീരുമാനമായിട്ടില്ല. കോടതി ഇത് ചർച്ചയ്ക്ക് എടുത്തിട്ട് പോലും, അത് പിന്നെ വിചാരണയ്ക്ക് എടുത്തിട്ട് പോലുമില്ല. അപ്പം നമ്മൾ പൊതുവേ ഇത് ഭംഗിയായിട്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് 3 ആഴ്ചക്കകം റൂൾസ് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ആ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഭൂമി സംബന്ധിച്ച കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ് പുറപ്പെടുവിച്ച നിയമപ്രകാരം കേരള ഗവൺമെൻറ് ഇത് നടപ്പിലാക്കി മുനമ്പത്തുകാർക്ക് ഇത് കൊടുക്കേണ്ടി വരും.
അപ്പോൾ ഇലക്ഷനൊക്കെ വരാനിരിക്കുകയാണ്. അതെ, അതുകൂടെ വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും അവർ, നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഇതിനകത്ത് അറിയാൻ എല്ലാവരും കൗതുകമുള്ള ഒരു വിഷയമാണത്. ഇതിലെ കൗതുകം ഇതേ ഉള്ളൂ. പാവപ്പെട്ട 600 ചില്ലാനം വീട്ടുകാരെ രാഷ്ട്രീയമായിട്ട് പന്താടരുത് എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത്. കാരണം അത് രാഷ്ട്രീയ വിഷയമാക്കി അവരെ ഇനിയും തെക്കോട്ടും വടക്കോട്ടും അടിക്കുന്ന പരിപാടി നടത്താതെ ഇത് ഈ ലോ ആയിക്കഴിഞ്ഞാൽ, കിരൺ റിജിജു പറഞ്ഞ പോലെ നിയമമായി കഴിഞ്ഞാൽ അത് അവർക്ക് ടാക്സ് അടച്ച് ഇത് അവരുടെ സ്വന്തമാക്കി കൊണ്ടുപോകാനുള്ള നടപടിയാണ് വേണ്ടത്. എന്തായാലും ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനങ്ങൾ അതുപോലെ തന്നെ നീക്കങ്ങളെല്ലാം തന്നെ നിർണായകമാകും. ഉടൻ തന്നെ ഒരു നല്ലൊരു മുനമ്പത്തുകാർക്ക് സന്തോഷമുളവാക്കുന്ന ഒരു സംഭവം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം.